Celebrating 50 years. Majestic Jewelers. അരിക്കാഞ്ചിറയിൽ റോഡരികിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ചെടികൾ വളർത്തുന്നതിനായി പാകിയതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും എക്സൈസ് സംഘം പറഞ്ഞു. അരിക്കാഞ്ചിറ ജംഗ്ഷനിൽ റോഡരികിലായാണ് ചെറുതും വലുതുമായ 30ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പരിശോധന നടത്തിയതോടെയാണ് കഞ്ചാവ് ചെടികളാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ചെടികൾ കസ്റ്റഡിയിലെടുത്തു. 20-25 സെന്റിമീറ്റർ വലിപ്പമുള്ള 30 ചെടികളാണ് കസ്റ്റഡിയിലെടുത്തത്. 25 ദിവസത്തെ വളർച്ചയാണ് ചെടികൾക്കുള്ളത്. ചെടികളെല്ലാം വളർത്താനായി പാകിയതെന്നാണ് എക്സൈസ് സംഘത്തിന്റെ നിഗമനം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി സുമേഷ് പറഞ്ഞു. ഇന്നിപ്പോൾ ഇത് നമുക്ക് കിട്ടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയതിലാണ് ഇപ്പോൾ 30 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ളൊരു 30 ചെടികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതികളെ ആരെയൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ പ്രദേശങ്ങളിൽ വലുതായിട്ട് അറിയുന്നത് രാത്രികാലങ്ങളിലും വൈകുന്നേരങ്ങളിലും ദൂര സ്ഥലങ്ങളിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ സ്ഥലങ്ങളിൽ വന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കൂടുതലായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഇത് പാകിയത്, എനിക്ക് തോന്നുന്നത് 30 കഞ്ചാവ് ചെടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മനഃപൂർവ്വം അവർ ഇത് കിളുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇവിടെ കഞ്ചാവിൻ്റെ ഇത് വളർത്തുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം അവർ പാകിയതാണ്, അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് വളർത്തിയത്, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ പതിവായിട്ട് വരുന്ന ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരാണ്, അതിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി ധനേഷ്, ഡ്രൈവർ പ്രമോദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.